ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നെയ്യ്. നെയ്യ് ഒരു സ്പൂൺ നെയ്യായാലും ഇത്തിരി അധികം നെയ്യായാലും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഈ നെയ്യിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്തിടയ്ക്കൊക്കെ ഈ നെയ്യിൻ്റെ ഒരുപാട് സാധ്യതകൾ പറയാറുണ്ട്. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു സഹോദരൻ പണ്ട് ഒരു അസുഖത്തിന് ചികിത്സിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കാരണം അതിനകത്ത് പറയുന്നുണ്ട്. നെയ്യ് ഇട്ട് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് ആ നെയ്യ് എടുത്തിട്ട് അപ്പുറത്തെ പാത്രത്തിൽ ഇരിക്കുന്ന പഞ്ചസാര ഉണ്ട്. ഇത് തമ്മിൽ ഒത്തുചേർന്നുള്ള സാധ്യത മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും കൂടെ കട്ടിലിൻ്റെ ഇടിപ്പിൽ കുഴച്ച് തിന്ന് കനം കൂടിയിട്ട് അനങ്ങാൻ പറ്റാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നെയ്യും ഞാലിപ്പൂവൻ പഴവും പിന്നെ അണ്ടിപ്പരിപ്പും അവിലും എല്ലാം കൂടെ കുഴച്ച് തിന്നുന്ന ഒരു ഫുഡ് ഐറ്റത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം എനിക്ക് ഈ നെയ്യുടെ സ്മെല്ലോട്ട് എനിക്കിഷ്ടമായിരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്തിരി ഏലക്ക പൊടിച്ച് ചേർത്തിട്ട് ഏലക്ക പൊടിച്ച് ചേർത്തിട്ട് ആ നെയ്യാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്മെല്ല് വരത്തില്ല. പിന്നെ അത് കൂടാതെ ഫ്രൈഡ് റൈസിനകത്ത് ഈ നെയ്യ് ലാസ്റ്റ് ചേർക്കാം, പായസത്തിനകത്ത് നെയ്യ് ചേർത്തെടുക്കാം. ഇനി എന്തെങ്കിലും താളിക്കാനൊക്കെ ആയിട്ട് ഈ നെയ്യ് കഴിക്കാത്തവർക്ക് ഇത്തിരി നെയ്യ് അങ്ങനെയൊക്കെ ചേർത്ത് നമ്മുടെ ശരീരത്തിലേക്ക് നെയ്യ് എത്തിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ നെയ്യുടെ ഗുണങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. പിന്നെ രാത്രിയിലാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്യാമറയിലേക്ക് നോക്കണമെങ്കിൽ ഒരു ഉദ്ദേശം വെച്ചിട്ട് എങ്ങനെയോ നിന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്, സമയമില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ്. പിന്നെ കുറച്ച് വീഡിയോസ് സമയം കിട്ടുമ്പോൾ ചെയ്ത് വെക്കുകയാണ്. രാത്രി ചിലപ്പോൾ 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ ഇനി ചെയ്യുന്നതാണ്. അതിൻ്റെ ലൈറ്റ് പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നോക്കുന്നതിന് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈ നെയ്യെന്ന് പറയുന്നൊരു ഫുഡിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നെയ്ക്കകത്ത് ഏലക്കയൊക്കെ പൊടിച്ച് ചേർത്തതിന് ശേഷം ആ നെയ്യായിരുന്നു ഇത്തിരി പായസത്തിലൊക്കെ ചേർത്തിട്ട് മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ നെയ്യെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോ പാത്രത്തിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നെയ്യ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിനകത്ത് മുരിങ്ങയില ഉണ്ടല്ലോ, നമ്മൾ മുരിങ്ങയില നന്നായിട്ട് ആ നെയ്യുടെ മുകളിലിങ്ങനെ വിതറുക. അതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് കഞ്ഞി എന്ന് വെച്ചാൽ നമ്മൾ വേറൊന്നും ചേർക്കാത്ത സാധാ കഞ്ഞി ചൂടോടുകൂടി ഇതിലേക്ക് വിളമ്പി വെക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി മിക്സായി ആ ചൂട് കൊണ്ട് ആ മുരിങ്ങയിലൊന്ന് വാടി 2 ഗുണങ്ങളൊക്കെ കഞ്ഞിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടുമെന്നാണ് പറയാറുള്ളത്. ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കെല്ലാം ആർക്കും കഴിക്കാൻ പറ്റും. എനിക്ക് നെയ്യുടെ സ്മെല്ല് പിടിക്കാത്തതുകൊണ്ട് അത് ഞാൻ കഴിച്ചിട്ടില്ല. ഇനി അതിന് പകരം ഞാൻ വേറൊരു രൂപത്തിലൊരു കഞ്ഞി വെച്ചിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അത് ചിലപ്പം എന്നെയൊക്കെ പോലെ വെജിറ്റേറിയൻസിന് പറ്റുമായിരിക്കും. ഞാനത് വേറൊരു സമയത്ത് ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്കായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഈ നെയ്യ് ദിവസവും 1 സ്പൂൺ നെയ്യെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് കാലത്തും ഒരുപോലെ ഫലപ്രദമായ ഒരു ഫുഡ് ഐറ്റമാണ് ഈ നെയ്യെന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ നെയ്യ് ഒരു കറിക്ക് താളിക്കാനായിട്ടെങ്കിലും ഇത്തിരി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിനകത്തേക്ക് ചേരുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, ദഹനം സുഗമമാക്കുന്നു, ഊർജ്ജം നൽകുന്നു, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, മലബന്ധം തടയുന്നു. ഇത് നമുക്ക് പായസത്തിനകത്ത് ലാസ്റ്റ് ഇത്തിരി ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എണ്ണയിൽ പൊരിച്ച് ഉണ്ടാക്കുന്നതിലും ആഹാരങ്ങൾ ആ എണ്ണ കുറച്ചിട്ട് അതിനകത്ത് നെയ്യ് ധാരാളം ചേർത്ത് നിങ്ങൾക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇത്തിരി നെയ്യ് നമ്മൾ ചേർക്കാൻ ശ്രമിക്കുക. ആഡ് ഓൺ ആയിട്ടെങ്കിലും. നെയ്യ് കഴിക്കാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലായിരിക്കും അവർക്ക് പറ്റാത്തത്. അപ്പോൾ അതിന് മണം കിട്ടുന്ന എന്തെങ്കിലും ഏലക്ക പൊടിച്ചതൊക്കെ അതിനകത്ത് ചേർത്തതിന് ശേഷം അവർക്ക് നെയ്യ് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.